ദക്ഷിണേന്ത്യയിൽ BJPയുടെ മാസ്റ്റർ പ്ലാൻ എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവരുടെ പദ്ധതികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം മോദിക്ക് ഗ്യാരണ്ടി എന്ന് ഉത്തരേന്ത്യയിൽ പറയുന്ന അതേ മുദ്രാവാക്യം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലും ആവർത്തിക്കുന്നത്? കിരൺ സൂചിപ്പിക്കുന്നത് പോലെ സാമ്പത്തികമായി അടക്കം BJP ഇതര സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നു എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിൽ കേരളവും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് എന്താ ഞങ്ങൾ വാരിക്കൊരു പദ്ധതികൾ തരുന്നു എന്ന് BJP അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരം വന്ദേ ഭാരത് പോലെയുള്ളവ അനുവദിച്ചതിനെയൊക്കെ വലിയ ആഘോഷമാക്കി ഉയർത്തി കാണിക്കുകയും അതിന് കഴിയുന്നത്ര പ്രചാരണം കേരളത്തിലടക്കം കേന്ദ്രമന്ത്രിമാരെ ഇറക്കിക്കൊണ്ട് ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. അതിന് കഴിയുന്നത്ര പ്രചാരണം ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ അടക്കം BJP നൽകിക്കൊണ്ടാണ് ഒരു പോരിന് ഇറങ്ങുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാലോ? അതെ, അങ്ങനെ തന്നെയാണ് അഭിലാഷ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP കഴിഞ്ഞ ഈ അവസാനം നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. സംസ്ഥാന വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നരേന്ദ്രമോദി എന്ന പേരിന്, നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് ഇന്ത്യൻ ജനതയെ സ്വാധീനിക്കാൻ കഴിയുന്നതിന്, ആ പാർട്ടി BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതോ BJPയുടെ ആശയങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ഒരു സാധ്യതയുണ്ട്. ഉത്തരേന്ത്യയെ സംബന്ധിച്ചപ്പോൾ ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വൈകാരിക അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉത്തരേന്ത്യയിൽ ഈ കോൺഗ്രസ് ഉയർത്തുന്ന ഈ ജാതി സെൻസസ് എന്ന ആവശ്യം, പിന്നോക്കക്കാരെയും ദളിതരെയും അവഗണിക്കുന്നുള്ള പരാതികൾ, ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ അയോധ്യ എന്നുള്ള ഒരു മുദ്രാവാക്യം. ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യം അയോധ്യ മുന്നിലെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച ഒരു വിഷയം പ്രധാനപ്പെട്ടത്, ഈ അയോധ്യ മുദ്രാവാക്യം വന്നതുകൊണ്ടോ അയോധ്യയിൽ ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കുന്നു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അഭിമാനം ഉയരുന്നതുകൊണ്ടോ നമ്മൾ BJPക്കൊപ്പം നിൽക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരല്ല കേരളത്തിലെ ജനങ്ങൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾ, ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾ, തെലങ്കാനയിലെ ആളുകൾ, ഒരു പരിധിവരെയും കർണാടകയിലെ ആളുകളും ഒക്കെ. അവിടെ ഈ ഹിന്ദുത്വ മുദ്രാവാക്യത്തെക്കാൾ നന്നായി, പിന്നെ പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. സംഘപരിവാർ വിരുദ്ധ മനോഭാവമുള്ള മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ വസിക്കുന്ന നാട് കൂടിയാണ്. അപ്പോൾ അവിടെ ഈ ഹിന്ദുത്വ മുദ്രാവാക്യത്തിന് പകരം അവിടെ വെക്കാൻ കഴിയുന്നത് ഈ ഹിന്ദുത്വ മുദ്രാവാക്യത്തോട് എതിർപ്പുള്ള സാധാരണ മനുഷ്യർക്ക് പോലും മോദി എന്ന് പറയുന്ന വ്യക്തിയോടും, മോദി കരുത്തനായ ഒരു നേതാവാണ്, അല്ലെങ്കിൽ മോദിക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരാളാണ്, അത് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരാളാണ്, അന്താരാഷ്ട്ര വേദിയിലൊക്കെ മോദി പോകുന്നത്, ഇന്ത്യയുടെ ശാസ്ത്ര രംഗത്തെ നേട്ടങ്ങൾ, ഇന്ത്യയുടെ കായിക രംഗത്തെ നേട്ടങ്ങൾ, ഇതൊക്കെ മോദിയുടെ ഒരു നേട്ടമായി കൃത്യമായി കാണിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ വിശ്വസിക്കുന്ന, മോദിയോട് BJPയോട് എതിർപ്പുള്ളവർക്കും മോദിയോട് സ്നേഹമുള്ള ആളുകൾ. അതിപ്പോൾ ഒരുപക്ഷെ ഈ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ ജാതിമത ഭേദമെന്നെ പറയുന്ന ഒന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് അവിടെ സ്വീകാര്യത ലഭിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടി സ്വീകാര്യത ലഭിക്കുന്നത് പോലെയാണ് എന്ന്. അത് സ്വാഭാവികമാണ്. അത്തരം ഒരു രാജ്യത്ത്, ഇന്ത്യയുടെ പുറത്ത് ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യക്കാരിൽ നിന്ന് ഇന്ത്യൻ ഭരണാധികാരിക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്, ആ സ്വീകാര്യത സ്വാഭാവികമായും അവിടെ നിൽക്കുന്ന സാധാരണ തൊഴിലാളിക്ക് പോലും ഇവർ ഇത്ര കരുത്തരായ ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ആളുകളാണ്, അവരെ ആ തരത്തിൽ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിൽ തന്നെ സ്വാഭാവികമായി മാറ്റമുണ്ടാകും. അപ്പോൾ ആ തരത്തിൽ ആ പ്രചാരണത്തെ പ്രധാനമന്ത്രി എവിടെ പോകുന്നു, അവിടെ ആരൊക്കെയായി സംസാരിക്കുന്നു, അതെല്ലാം ലോകത്തെ കാണിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അത് കൃത്യമായി തന്നെ BJP വളരെ കൃത്യമായി തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് ഹിന്ദുത്വ അജണ്ട മുന്നിൽ നിർത്താതെ അവിടെ മോദിയുടെ ഗ്യാരണ്ടി മുന്നിൽ നിർത്തുക. മോദിയുടെ എങ്ങനെയാണോ കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ നേതാക്കളെ മാറ്റി നിർത്തി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഏറ്റവും പ്രധാനപ്പെട്ട ആ സംസ്ഥാനത്ത് മോദിയേക്കാൾ ഒരുപക്ഷെ കരുത്തരെന്ന് നമ്മൾ കരുതപ്പെട്ടിരുന്ന പലതവണ മുഖ്യമന്ത്രിമാരായ 4 തവണ അടക്കം മുഖ്യമന്ത്രിമാരായിട്ടുള്ള നേതാക്കളെയൊക്കെയാണ് മാറ്റി നിർത്തിയത്. അവരെയൊക്കെ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള ആളുകളെ, വസുന്ധര രാജെ പോലുള്ള ആളുകളെ, രമൺ സിംഗിനെ പോലെയുള്ള നേതാവിനെ, ഇവരെയൊക്കെ മാറ്റി നിർത്തി മോദിയെ മുൻനിർത്തിയപ്പോൾ അവിടെ ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതേ തന്ത്രം തന്നെയാണ് കേരളത്തിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ കർണാടകയിലേക്കോ തെലങ്കാനയിലേക്കോ വരുമ്പോൾ BJP പ്രധാനമായും ഉപയോഗിക്കുന്നത്. കേരളത്തിന് പറ്റിയ എന്താണ്? കേരളത്തിൽ വന്നിട്ട് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് വലിയ നേട്ടമായി പറഞ്ഞാൽ BJP അണികൾക്ക് ചിലപ്പോൾ ആവേശം ഉണ്ടായേക്കാം. പക്ഷേ ആ ആവേശം കൊണ്ടോ അവരുടെ വോട്ട് കൊണ്ടോ BJPക്ക് ജയിക്കാൻ കഴിയില്ല. BJPക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ BJP ഇതര പാർട്ടികളിൽ നിൽക്കുന്ന ആളുകളെ BJPയിലേക്ക് ആകർഷിക്കാൻ കഴിയണം. അവിടെയാണ് കൃത്യമായി തന്നെ അവർ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് അവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന, മോദി എന്ന് പറയുന്ന നേതാവിൻ്റെ അല്ലെങ്കിൽ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഈ പ്രതിച്ഛായ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം, അത് മോഡിയുടെ പ്രവർത്തനങ്ങൾ, അത് മാറ്റിയുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി തന്നെ BJP തുടക്കം കുറിച്ചു കഴിഞ്ഞത്. ആ തുടക്കം കുറിക്കലിന്റെ ഭാഗമായി കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് അടക്കം എത്തിയത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട്
ദക്ഷിണേന്ത്യയിൽ അടക്കം പ്രധാനമന്ത്രി തന്നെ വളരെ നേരത്തെ, അതായത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിവിധ സംസ്ഥാനങ്ങളിലടക്കം സന്ദർശനം നടത്തുകയാണ്. ഒരുപക്ഷെ ഫെബ്രുവരിയോ മാർച്ചിലോ ഒക്കെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കാം. ആ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. അവിടെ ഉത്തരേന്ത്യയിൽ തീർച്ചയായും രാമക്ഷേത്രം എന്നത് വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാകും എന്നതിൽ തർക്കമില്ല. നമുക്കാദ്യം